AKBRFിൻ്റെ സംഘം ഇന്ന് സന്ദർശിക്കുന്നത് സെൻട്രൽ പോസ്റ്റ് ഓഫീസ്, സിറ്റി ഹാൾ ബിൽഡിംഗ്, സെൻട്രൽ ഹാളിനടുത്തുള്ള നോട്രെ ഡാം കത്തീഡ്രൽ, സ്റ്റാച്യു ഓഫ് ഹോച്ചിമിൻ എന്നിവയാണ്. ഇവയെല്ലാം ഹോച്ചിമിൻ സിറ്റി അഥവാ സൈഗോണിൻ്റെ ഹൃദയഭാഗമായ ഡിസ്ട്രിക്റ്റ് 1 സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്ക് ഒരു വാക്കിംഗ് ടൂർ പ്രതീതി നൽകുന്ന വിധം എല്ലാ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങുകളും വാക്കബിൾ ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം നമുക്ക് സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം. അസാധാരണമായ, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പോസ്റ്റ് ഓഫീസാണിത്. നിങ്ങളെല്ലാവരും കൂടെ വരുമെന്ന് വിശ്വസിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിയറ്റ്നാം ഫ്രഞ്ച് അധീനതയിലായിരുന്നപ്പോൾ ആണ് ഈ പോസ്റ്റ് ഓഫീസ് നിർമ്മിച്ചത്. ഗോത്തിക് ശൈലിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. 1886-നും 1891-നും ഇടയിൽ നിർമ്മിച്ച നവോത്ഥാന സ്വാധീനം ഉൾക്കൊണ്ടിട്ടുള്ള ഈ പോസ്റ്റ് ഓഫീസ് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഒരു വിശേഷമുണ്ട്. ഇന്നും ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നു. വൈകുന്നേരം 6 മണി വരെ ആർക്കും കാർഡ് വാങ്ങി തങ്ങളുടെ നാട്ടിലേക്ക് ഇവിടെ നിന്ന് അഡ്രസ്സ് എഴുതി പോസ്റ്റ് ചെയ്യാം. അത് അഡ്രസ്സിലുള്ള ആളെ ലോകത്തെവിടെയാണെങ്കിലും തേടിയെത്തിയിരിക്കും. ഞങ്ങളുടെ കൂടെയുള്ള മിസ്റ്റർ റോയ് ഒരു കാർഡ് വാങ്ങി അഡ്രസ്സ് എഴുതി നാട്ടിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു. പാരീസിലെ ഈഫൽ ടവർ നിർമ്മിച്ച ഗുസ്താവ് ഈഫലിൻ്റെ സൃഷ്ടിയാണിതെന്ന് ഗൈഡ് പറഞ്ഞു. 19-ാം നൂറ്റാണ്ടിലെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് സംഭാവന നൽകിയിട്ടുള്ള പ്രമുഖ സയൻറ്റിസ്റ്റുകളുടെയും എഞ്ചിനീയേഴ്സിൻ്റെയും ഓർമ്മയ്ക്കായി നിരവധി മെമ്മൻറ്റോകൾ പോസ്റ്റ് ഓഫീസിൻ്റെ ചുമരിൽ ഉണ്ട്. കമ്പിയും വഴി സന്ദേശമയച്ചിരുന്ന സംവിധാനമായ മോഴ്സ് കോഡ് കണ്ടുപിടിച്ച സാമുവൽ മോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ ഉപജ്ഞാതാക്കളായ ആൻഡ്രിയ മറവിൻ ആംബിയർ, മൈക്കൽ ഫാരഡെ, ബാറ്ററി കണ്ടുപിടിച്ച അലസാൻഡ്രോ വോൾട്ട, ഓംസ് ലോയുടെ ഉപജ്ഞാതാവായ ജോർജ് സൈമൺ ഓം എന്നിവ ഇവയിൽ ചിലതാണ്. പോസ്റ്റ് ഓഫീസ് നിർമ്മിച്ച 1800കളിൽ വരച്ച 2 ഭൂപടങ്ങൾ ഭിത്തിയിൽ കാണാം. അവയിലൊന്ന് തെക്കൻ വിയറ്റ്നാമും കംബോഡിയയും ചേർന്ന സൈഗോണിൻ്റേതാണ്. രണ്ടാമത്തേത് സൈഗോൺ റിവറും അതിൻ്റെ ചുറ്റുപാടുകളും കാണിക്കുന്ന ചിത്രമാണ്. അടുത്തതായി ഗോത്തിക് സ്റ്റൈലിൽ നിർമ്മിച്ച നോട്രെ ഡാം ദേവാലയമാണ്. യൂറോപ്പിൽ 17-18 നൂറ്റാണ്ടുകളിൽ നിലനിന്നിരുന്ന വാസ്തുവിദ്യാ ശൈലിയാണ് ഗോത്തിക് ശൈലി. ഫ്രാൻസിലാണ് ഇതിൻ്റെ ഉത്ഭവം. കൂർത്ത കമാനവും നിറമുള്ള ഗ്ലാസും പതിപ്പിച്ച ജാലകങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയായ കോട്ടയത്തെ വിമലഗിരി പള്ളി, എറണാകുളത്തെ സെയിൻറ്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശ്ശൂരിലെ അവർ ലേഡി ബസിലിക്ക, കൽക്കട്ടയിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ, കന്യാകുമാരിയിലെ പഴയ വേളാങ്കണ്ണി പള്ളി, മൈസൂരിലെ സെൻറ്റ് ഫിലോമിന ചർച്ച് എന്നിവ ഗോത്തിക് ശൈലിയിലുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഗോത്തിക് ശൈലിയിലുള്ള ബിൽഡിങ്സ് ഏതൊക്കെയെന്ന് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. 1880കളുടെ അവസാനത്തിൽ അന്ന് വിയറ്റ്നാം ഭരിച്ചിരുന്ന ഫ്രഞ്ചുകാരാണ് ഈ പള്ളി നിർമ്മിച്ചത്. കത്തോലിക്ക സഭയുടെ ചുരുക്കം ചില കത്തീഡ്രലുകളിൽ ഒന്നാണിത്. ഇതും ഗോത്തിക് ശൈലിയുടെ ഉദാഹരണമാണ്. പാരീസിലെ ലോകപ്രസിദ്ധമായ നോട്രെ ഡാം കത്തീഡ്രലിൻ്റെ അതേ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ മുന്നിൽ മനോഹരമായ ഒരു ഗാർഡനും
നടുവിൽ മാതാവിൻ്റെ പ്രതിമയുമുണ്ട്. ഇന്ന് ഇതൊരു ബസിലിക്കയാണ്. റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. പള്ളിയിലെ ചുമരിലെ കളർ ചില്ലുകൾ പതിപ്പിച്ച ജനാലുകളിൽ ബൈബിളിലെ പ്രധാന സീനുകളും കത്തോലിക്ക സന്യാസിമാരുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. കത്തീഡ്രലിനുള്ളിൽ അലങ്കാരങ്ങളും കൂറ്റൻ പൈപ്പ് ഓർഗനും വെച്ചിരിക്കുന്നു. ഇന്ന് കത്തോലിക്കരുടെ ആരാധനാലയമായ ഇത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ചരിത്രവും വാസ്തുവിദ്യയും വിശ്വാസവും സമ്മേളിക്കുന്ന ഒരു പ്രധാന ലാൻഡ്മാർക്കാണ് ഈ കത്തീഡ്രൽ. അടുത്തത് ഞങ്ങൾ സന്ദർശിച്ചത് സിറ്റി ഹാളാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പീപ്പിൾസ് കമ്മിറ്റി ഹെഡ് ഓഫീസാണ് ഇന്ന്. ഇതും ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച മനോഹരമായ ഒരു ബിൽഡിംഗാണ്. അകത്ത് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇവിടെയും ഒരു കൂറ്റൻ ക്ലോക്ക് ടവറുണ്ട്. ഇതിൻ്റെ മുന്നിലായി ഓപ്പറ ഹൗസുണ്ട്. നിരവധി വിദേശ രാജ്യങ്ങളുടെ ഹോട്ടലുകളും ബിൽഡിങ്ങുകളും ചുറ്റുപാടും കാണാം. സിറ്റി ഹാളിൻ്റെ മുന്നിലാണ് 7.2 മീറ്റർ ഉയരമുള്ള ഹോച്ചിമിൻ്റെ ബ്രോൺസ് പ്രതിമയുള്ളത്. വിയറ്റ്നാം ജനതയുടെ അങ്കിൾ ഹോയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമാണിത്. ഹോച്ചിമിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സിമ്പിൾ സ്യൂട്ടിലുള്ള കയ്യിലൊരു പുസ്തകവും പിടിച്ചിരിക്കുന്ന നിലയിലാണ്. ഇത് അദ്ദേഹത്തിൻ്റെ അറിവിനോടുള്ള അഭിനിവേശം കാണിക്കുന്നു. പ്രതിമയ്ക്ക് ചുറ്റുമായി മനോഹരമായ ഒരു താമര വിരിയുന്ന തടാകവും കാണാം. ഞങ്ങളെല്ലാവരും പ്രതിമയുടെ മുന്നിലിരുന്ന് നിരവധി ചിത്രങ്ങളെടുത്തു. City Hall, yes. And after back here, I think you won't feel it because the bus is waiting outside far away here. Yeah. 10 minutes for free photo walk around here. Okay? Yes. We can't go inside. No. Down in the government building, yeah, they have the police with the gun outside. You go? Okay, 10 minutes. Sit for me back here. Yeah.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.